അല്ല, കേരളത്തിലെ ബി ജെ പിയെ നിയന്ത്രിക്കുകയും നയിക്കുകയും ചെയ്യുന്ന സംഘടനയുടെ അടിസ്ഥാന ഗ്രന്ഥത്തെ തിരുത്തി എഴുതാൻ പറ്റില്ലല്ലോ. ആ അടിസ്ഥാന ഗ്രന്ഥം തന്നെ വളരെ വ്യക്തമായി മുഖ്യ ശത്രുക്കളാരെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ആവർത്തിക്കുന്നില്ല. മുമ്പ് തൃശ്ശൂരിൽ നിന്നൊരു 1.5 കൊല്ലം മുമ്പ് അത് പറഞ്ഞ സമയത്ത് ചിലരുടെ മറുപടികൾ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അന്നൊരു ചർച്ചയായിരുന്നു ആ വിഷയം. അപ്പോൾ കേരളത്തിലെ ബി ജെ പിക്ക് പുള്ളിമാൻ്റെ പുള്ളി തേച്ചു മറിച്ച് കളയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. അടിസ്ഥാന ഗ്രന്ഥം പറയുന്നതിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ ദയനീയ പരാജയമായ ഒരു കേന്ദ്ര ഭരണം, ആ ഭരണത്തിൻ്റെ ഭാഗമായി ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകരുൾപ്പെടെ പ്രയാസപ്പെടുകയാണ്. ശതകോടീശ്വരന്മാർക്ക് മാത്രം രക്ഷയുള്ള ഒരു ഭരണമായി ഇന്ത്യയിലെ നരേന്ദ്രമോദി ഭരണം മാറി. അപ്പോൾ അജണ്ടയെ വഴിമാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വളരെ ബോധപൂർവം ഇത്തരം ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ ബി ജെ പി ചില തട്ടിപ്പ് പ്രവർത്തനവും ഗിമ്മിക്കുകളും ചില മറ്റു വിദ്യകളൊക്കെ നടത്തിയാലും ബി ജെ പി എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്ത് പ്രത്യയശാസ്ത്രമാണ് ബി ജെ പിയെ നയിക്കുന്നത്, ഏത് സംഘടനയാണ് ബി ജെ പിയെ നിയന്ത്രിക്കുന്നത് എന്നുള്ളതൊക്കെ തന്നെ അറിയുന്നവർക്ക് ഇതിൽ അത്ഭുതം തോന്നില്ല. പക്ഷേ ഇത് വളരെ ഗൗരവമേറിയ പ്രശ്നമാണ്. ഇത് ഏതെങ്കിലും ഒരു പ്രത്യേക മതവുമായി ബന്ധപ്പെട്ട പ്രശ്നമായിട്ട് നമ്മൾ കാണരുത്. ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ജയിലിലായത് രാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. രാജ്യത്തിൻ്റെ ഭരണഘടനയാണ് ജയിലിൽ. ആ നിലയിലാണ് നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. നരേന്ദ്രമോദിയല്ല, നരേന്ദ്ര ഭീതിയാണ് ഇന്ന് ഇന്ത്യയെ ഭരിക്കുന്നത്. ആ ഭീതിയിൽ ഒരടി പിറകോട്ട് പോകാതെ നിലകൊള്ളുന്ന സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുന്ന കേരളമാണ്. കേരളത്തിൽ ഭരണഘടനയെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള നിലപാട് ഇനിയും തുടരും. ഇവരെ മോചിപ്പിക്കാനുള്ള ശ്രമത്തിന് എല്ലാവരുമായി യോജിച്ചു നിന്നുകൊണ്ട് മുന്നോട്ട്